Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Show that the line integral lower limit -1 to 0 1 3x minus y plus 1 dx minus x plus 6y plus 2 dy is independent of the path. Also find its value. ഈ മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്തെടുക്കാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത് നമ്മൾ എന്താ ചെയ്യുക? ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫണ്ടമെന്റൽ തിയറം ഓഫ് ലൈൻ ഇന്റഗ്രൽ ആണ്. എന്താണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ലൈൻ ഇന്റഗ്രൽ? ഫണ്ടമെന്റൽ തിയറം ഓഫ് ലൈൻ ഇന്റഗ്രൽ. ഫണ്ടമെന്റൽ തിയറം ഓഫ് ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ suppose that vector f is a conservative vector field, is a conservative vector field. Vector f is a conservative vector field in some region with a scalar potential function, scalar potential function phi, then integral x0 y0 x1 y1 vector f dot dr is equal to, അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? pi of x1 y1 minus pi of x0 y0. ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ലൈൻ ഇന്റഗ്രൽ. അപ്പോൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് ലൈൻ ഇന്റഗ്രൽ അറിയണം. നമ്മൾ പരീക്ഷിക്കാൻ എഴുതണമെന്നില്ല, ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇന്റഗ്രൽ തിയറം എഴുതുന്നത് കേട്ടോ. നിങ്ങളത് എഴുതണമെന്നില്ല എക്സാമിന്. അപ്പോ ഫണ്ടമെന്റൽ തിയറം ഓഫ് ലൈൻ ഇന്റഗ്രൽ പറയുന്നത് vector f is a conservative vector field in some region with a scalar potential function phi, then integral x0 y0 x1 y1 f dot dr is equal to phi of x1 y1 minus phi of x0 y0. ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പൊ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് വെക്ടർ എഫ് എന്താണെന്ന് അറിയണം. ആ വെക്ടർ എഫ് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. കൺസർവേറ്റീവ് ആയതിൽ നിന്ന് നമുക്കത് സ്കേലർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ കണ്ടുപിടിക്കണം. ഫൈ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിന്റെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഇത് ആദ്യം നമ്മൾ വെക്ടർ എഫ് കണ്ടുപിടിക്കണം. ആ വെക്ടർ എഫ് കണ്ടുപിടിച്ചതിന് ശേഷം അത് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. കൺസർവേറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ കൺസർവേറ്റീവ് ആണെങ്കിൽ വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ ആയിരിക്കും. അതിൽ നമുക്ക് ഫൈ എന്ന സ്കേലർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. സ്കേലർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ഈ തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു മാത്രമേ ഉള്ളൂ. എക്സാമിനേഷൻ ഈ തിയറം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് വെക്ടർ എഫ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. വെക്ടർ എഫ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അത് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണത് എങ്ങനെയാണ്? ഡെൽ ക്രോസ് എഫ് 0 ആണെന്ന് തെളിയിക്കണം. അങ്ങനെ ഡെൽ ക്രോസ് എഫ് 0 ആണെന്ന് തെളിയിച്ചതിന് ശേഷം സ്കേലർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. സ്കേലർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ വെക്ടർ എഫ് ഈക്വൽ ടു ഡെൽ ഫൈ ആയിരിക്കും. അതിൽ നമുക്ക് ഫൈ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇനി ഇത് മച്ചളയാണ്. ഇതിൽ നിന്ന് വെക്ടർ എഫ് എന്നത് കണ്ടുപിടിക്കാം. വെക്ടർ എഫ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 3x minus y plus 1 dx minus x plus 6y plus 2 dy ആണ്. ഈ വെക്ടർ എഫ് ഡോട്ട് dr എന്താണ് നോക്കിയേ? വെക്ടർ എഫ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 3x minus y plus 1 into i minus x plus 6y plus 2 into j dot dr എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. dr എന്ന് പറഞ്ഞാൽ dxi dot dxi plus dy. ഇത് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ?
3x minus y plus 1 dx minus x plus 6y plus 2 dy. ഇതല്ലേ നോക്കി നമ്മുടെ ക്വസ്റ്റ്യനില് കണ്ടോ 3x minus y plus 1 dx minus x plus 6y plus 2 dy. അപ്പൊ അതിൽ നിന്ന് വെക്ടർ f എന്തായിരിക്കും? വെക്ടർ f here വെക്ടർ f എന്ന് പറയുന്നത് 3x minus y plus 1 into I minus x plus 6y plus 2 into j. വെക്ടർ dr എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം വെക്ടർ r is equal to xi plus yj ആണ് എങ്കിൽ dr എന്ന് പറയുന്നത് dxi plus dyj ആണ്. അങ്ങനെയാണ് നമുക്ക് dxi plus dyj. അപ്പോ ഈ വെക്ടർ f ഉം ഈ dxi plus dyj നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് എന്ത്? 3x minus y plus 1 into dx minus of x plus 6y plus 2 into dy. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്നും വെക്ടർ f നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. വെക്ടർ f എന്താണ്? 3x minus y plus 1 into I minus x plus 6y plus 2 into j. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ വെക്ടർ f കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. കൺസർവേറ്റീവ് ആണെന്ന് എങ്ങനെയാ പ്രൂവ് ചെയ്യുക? ഡെൽ ക്രോസ് f 0 ആണ് തെളിയിക്കാം. നമുക്ക് ഡെൽ ക്രോസ് f 0 ആണ് തെളിയിക്കാം. അടുത്ത ഡെൽ ക്രോസ് f 0 ആണ് തെളിയിക്കാം. ഡെൽ ക്രോസ് f നമ്മൾ അടുത്തായിട്ട് ആദ്യം ഇൻഡിപെൻഡന്റ് ഓഫ് പാത്സ് കൺസർവേറ്റീവ് ആണ് തെളിയിക്കണം. അപ്പൊ ഡെൽ ക്രോസ് f കണ്ടുപിടിക്കാം. ഡെൽ ക്രോസ് f കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് റോയിൽ I, സെക്കൻഡ് റോയിൽ j, തേർഡ് റോയിൽ k, then സെക്കൻഡ് റോയിൽ ഡോ ബൈ ഡോ x, ഡോ ബൈ ഡോ y, ഡോ ബൈ ഡോ z. തേർഡ് റോയിൽ എന്താണ്? 3x minus y plus 1 minus of x plus 6y plus 2 ഇവിടെ 0. ഇനി ഡിറ്റർമിനന്റ് വാല്യൂ വാല്യൂവേറ്റ് ചെയ്യുമ്പോൾ I ഈ കോളവും ഈ റോയും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. അപ്പോൾ ഡോ ബൈ ഡോ y 0, ഡോ ബൈ ഡോ z വരുമ്പോഴോ ഇവിടെ z ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 0 മൈനസ് j into ഈ കോളവും പോവും ഈ റോയും പോവും. അപ്പോൾ ഡോ ബൈ ഡോ x എന്താണ്? 0. ഡോ ബൈ ഡോ z എന്താണ്? ഇവിടെ z ഇല്ലാത്തതുകൊണ്ട് അവിടെ 0. ഇനി പ്ലസ് k into ഈ കോളവും പോവും ഈ റോയും പോവും. അപ്പോൾ ഡോ ബൈ ഡോ x minus of x plus 6y plus 2 നെ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണ്? -1. then minus ഡോ ബൈ ഡോ y ചെയ്യുമ്പോഴോ മൈനസ്. അപ്പൊ ഇതില് നമുക്ക് കിട്ടുന്ന ആൻസർ 0i minus 0j plus 0. ആൻസർ എന്ത് കിട്ടി? 0. അപ്പൊ ഡെൽ ക്രോസ് f നമുക്ക് എന്ത് കിട്ടി? ഡെൽ ക്രോസ് f 0 കിട്ടി. ഡെൽ ക്രോസ് f 0 ആണ് എങ്കിൽ അത് എന്തായിരിക്കും? കൺസർവേറ്റീവ് ആണ്. therefore conservative. Vector f is conservative. Vector f conservative ആണെങ്കിൽ since f is conservative vector field it is independent of therefore independent of അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും വെക്ടർ f കണ്ടുപിടിച്ചു. വെക്ടർ f കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ എന്താ ചെയ്തേ? വെക്ടർ f കണ്ടുപിടിച്ചതിന് ശേഷം ഡെൽ ക്രോസ് f കണ്ടു. ഡെൽ ക്രോസ് f കണ്ടപ്പോ നമുക്ക് കിട്ടിയത് 0 ആണ് കിട്ടിയത്. 0 വെക്ടർ ആണ് കിട്ടിയത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി വെക്ടർ f ഒരു കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണ്. വെക്ടർ f കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആയതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൾസോ ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. ആ വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ ആണ് കേട്ടോ. ഇവിടെ എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത പ്രോസസ്സ്. ഇതിന്റെ ഡിറ്റർമിനന്റ് ഇവാലുവേഷൻ അറിയാലോ അല്ലേ? ഇവിടെ ഫസ്റ്റ് ഐ കൊണ്ട് ഗുണിക്കുമ്പോൾ ഐ ഉൾപ്പെടുന്ന കോളവും ഐ ഉൾപ്പെടുന്ന റോയും ഒഴിവാക്കുന്നു. അപ്പോൾ ഡോ ബൈ ചെയ്യുമ്പോൾ ഇവിടെ 0 ആവും. ഡോ ബൈ ഡോ z ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 0 ആവും. രണ്ടാമത് j ചെയ്യുമ്പോഴോ ഈ കോളവും ഈ റോയും ഒഴിവാക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഇവിടെ 0 കിട്ടും. k കൊടുക്കുന്നു. k ഉൾപ്പെടുന്ന കോളവും k ഉൾപ്പെടുന്ന റോ ഒഴിവാക്കുന്നു. അപ്പൊ ആൻസർ -1 കിട്ടുന്നു. ഇവിടെ എന്ത് കിട്ടുന്നു? -1. ഫൈനൽ ആൻസർ 0. therefore del cross f 0 വെക്ടർ കിട്ടി. therefore വെക്ടർ f കൺസർവേറ്റീവ് ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. ഇനി ഇതിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കാം കേട്ടോ. രണ്ടാമത്തെ പാർട്ട് f ഒരു കൺസർവേറ്റീവ് ആയതുകൊണ്ട് സിൻസ് f is conservative, since vector f is conservative
വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ഗ്രേഡ് ഫൈ എന്ന് എഴുതാം. വെക്ടർ എഫ് എന്താണ്? വെക്ടർ എഫ് എന്ന് പറയുന്നത് 3x മൈനസ് y പ്ലസ് 1 ഇൻറ്റു ഐ മൈനസ് x പ്ലസ് 6y പ്ലസ് 2 ഇൻറ്റു j ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്താണ്? I ഡോ ഫൈ ബൈ ഡോ x പ്ലസ് j ഡോ ഫൈ ബൈ ഡോ y പ്ലസ് k ഡോ ഫൈ ബൈ ഡോ. ഇവിടെ നമുക്ക് ഐ j ഉള്ളൂ, k എഴുതണമെന്നില്ല കേട്ടോ. ഡോ ഫൈ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതിയതിനു ശേഷം നമുക്ക് ഫൈ കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് ഫൈ, ഫൈ ആണ് കണ്ടുപിടിക്കുന്നത്. ടു ഫൈൻഡ് ഫൈ സ്കേലർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ സ്കേലർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് കമ്പയറിംഗ് ദി കോഎഫിഷ്യന്റ്സ് ഓഫ് ഫൈ ആൻഡ് കമ്പയറിംഗ് ദി കോഎഫിഷ്യന്റ് ഓഫ് j, ഐയുടെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഡോ ഫൈ ബൈ ഡോ x ഈസ് ഈക്വൽ ടു 3x മൈനസ് y പ്ലസ് 1. അതുപോലെ j യുടെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുമ്പോഴോ ഡോ ഫൈ ബൈ ഡോ y ഈസ് ഈക്വൽ ടു മൈനസ് x പ്ലസ് 6y പ്ലസ് 2. അപ്പൊ ഡോ ഫൈ ബൈ ഡോ x കിട്ടി, ഡോ ഫൈ ബൈ ഡോ y. ഇനി നമ്മൾ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈ കണ്ടുപിടിക്കാനായിട്ട് ഇതിന് ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 5 വരും. ഇവിടെ 3x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3x² ബൈ 2 മൈനസ് y നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ് xy. then 1 നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3x² ബൈ 2 മൈനസ് xy. then പിന്നെ നമുക്ക് എന്താ കിട്ടണേ? 3x² ബൈ 2 മൈനസ് xy പ്ലസ് x. then അടുത്ത ടൈം എന്താണ്? ഇവിടെ നമ്മൾ x വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെ? x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരണം. ആ കോൺസ്റ്റന്റ് നമുക്ക് എന്ത് ചേർക്കാം? കോൺസ്റ്റന്റ് നമുക്ക് ഇവിടെ g ഓഫ് y g ഓഫ് കോൺസ്റ്റന്റ്. അപ്പൊ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ g ഓഫ് y ഉം y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ g ഓഫ് h ഓഫ് x ഉണ്ട്. ഇനി ഇതിനെ 5 y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം 5 is equal to minus x² by 2 plus 6y² by 2. ഇവിടെ ആയതിലെ x നെ നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ xy, x കോൺസ്റ്റന്റ് ആണ്. അപ്പൊ xy plus 6y നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 6y² by 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3y² plus 2y plus പിന്നെ ഒരു കോൺസ്റ്റന്റ് എന്താണ്? h of x. കോൺസ്റ്റന്റ് y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ h of x ഉം x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ g of y. അപ്പൊ നമുക്ക് ഡോ ഫൈ ബൈ ഡോ y നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ ഫൈ നമുക്ക് എന്ത് കിട്ടി? 3x² ബൈ 2 മൈനസ് xy പ്ലസ് x അല്ലേ? പ്ലസ് x ആണ് നമുക്ക് ആദ്യത്തെ കേസിൽ കിട്ടിയത്. രണ്ടാമത്തെ കേസിൽ എന്ത് കിട്ടി? x പ്ലസ് 6y പ്ലസ് 2 xy പ്ലസ് 6y പ്ലസ് 2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് xy പ്ലസ് 3y² പ്ലസ് 2y പ്ലസ് h of x. എങ്ങനെയാണ് കിട്ടിയത്? ഇനി ഇതിൽ നിന്ന് ഫൈ എന്താണ്? ഫൈ നമുക്ക് ഫൈ ആണ് ആവശ്യം. ഫൈ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ 3x² ബൈ 2 ആ 3x² ബൈ 2 എഴുതുന്നു. പിന്നെ എന്താണ്? ഇവിടെ മൈനസ് xy, ഇവിടെ മൈനസ് xy ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം മൈനസ് xy എഴുതുക. അപ്പൊ മൈനസ് xy. അപ്പൊ 3x² ബൈ 2 മൈനസ് xy. പിന്നെ x ന്റെ കേസിൽ ഇവിടെ x ഉണ്ട്, x എഴുതുന്നു. x എഴുതി. പിന്നെ ഇവിടെ എന്താണ്? ഇവിടെ ഒരു മൈനസ് 3y² ഉണ്ട്. മൈനസ് 3y² എഴുതുന്നു. പിന്നെന്താണ്? മൈനസ് 2y. അപ്പൊ 5 എന്നുള്ളത് നമുക്ക് 3x² ബൈ 2 മൈനസ് xy പ്ലസ് x മൈനസ് 3y² മൈനസ് 2y. ഇവിടെ കോൺസ്റ്റന്റ് ആവശ്യമില്ല. ഇവാലുവേഷൻ ആവുമ്പോൾ കോൺസ്റ്റന്റ് എഴുതണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പൊ 5 എന്നുള്ളത് എന്ത് കിട്ടി നമുക്ക്? 3x² ബൈ 2 മൈനസ് xy പ്ലസ് x മൈനസ് 3y² മൈനസ് 2y. ഇനി ഇതാണ് നമുക്ക് ഇവാലുവേറ്റ്. അപ്പൊ നമ്മള് സ്കേലർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ 5 നമ്മൾ കണ്ടുപിടിച്ചു. സ്കേലർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എങ്ങനെയാണ് കിട്ടിയത്? ഇത് നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ ഡോ ഫൈ ബൈ ഡോ x നമ്മൾ എന്ത് എഴുതി? 3x മൈനസ് y പ്ലസ് 1 എന്ന് എഴുതി. ഡോ ഫൈ ബൈ ഡോ y എന്നുള്ള എന്ത് എഴുതി? മൈനസ് ഓഫ് x പ്ലസ് 6y പ്ലസ് 2 എന്ന് എഴുതി. ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു x വെച്ച്. ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. ഇതിനെ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3x² ബൈ 2 ഇവിടെ മൈനസ് xy പ്ലസ് x പ്ലസ് പ്ലസ് g കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് g y ആക്കും. ഇനി അതേപോലെ രണ്ടാമത്തെ കേസിൽ
ഡോ ഫൈ ബൈ ഡോ വൈ. അപ്പൊ 3x സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് ജി വൈ. ഡോ ഫൈ ബൈ ഡോ വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? ഡോ ഫൈ ബൈ ഡോ വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് എക്സ് വൈ കണ്ടോ, മൈനസ് എക്സ് വൈ. 6y ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് വരും പ്ലസ് 3y സ്ക്വയർ. 2y ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് വരും 2y. ദെൻ പ്ലസ് ഇതിൽ രണ്ടിൽ നിന്ന് നമ്മൾ ഫൈ എന്ന സ്കെയിലർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കാം കേട്ടോ. വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോസസ്. വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോസസ് എന്താണ്? ഞാൻ പറഞ്ഞു വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോസസ് ഇന്റഗ്രൽ -1 to 2 0 1 3x minus y plus 1 dx minus x plus 6y plus 2 dy. ഇത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് phi of x1 y1. അപ്പൊ phi of x1 y1 എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? phi of 0 1 minus phi of -1. phi of 0 1 ൽ നിന്ന് phi of -1 2 കുറയ്ക്കുക. നമുക്കൊന്ന് കുറച്ച് നോക്കാം. phi of 0 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ഇതാണ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനില് ആദ്യം നമ്മള് എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കണം, വൈയുടെ സ്ഥാനത്ത് നമ്മൾ 1 കൊടുക്കണം. നമുക്ക് കൊടുത്തു നോക്കാം. 3 into എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം എന്തായി പോകും? 0 ആയി പോകും. രണ്ടാമത് -xy അവിടെ നമുക്ക് 0 ആയി പോകും, x 0 ആകുമ്പോൾ. മൂന്നാമത്തെ കേസ് അത് 0 ആകും. പിന്നെന്താണ്? -3y സ്ക്വയർ. അപ്പോൾ -3 into y സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. ഇനി -2y എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമുക്ക് phi of 0 1 കൊടുത്തപ്പോൾ സ്കെയിലർ പൊട്ടൻഷ്യൽ ഫംഗ്ഷന്റെ വാല്യൂ കിട്ടി -3 -2 -5. ഇനി രണ്ടാമത്തെ കേസിൽ എക്സിന്റെ സ്ഥാനത്ത് -1 കൊടുക്കണം, വൈയുടെ സ്ഥാനത്ത് 2 കൊടുക്കണം. എക്സിന്റെ സ്ഥാനത്ത് -1 കൊടുക്കണം. 3 into -1 ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 1/2 3/2 മൈനസ് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? -1. അപ്പൊ ഇവിടെ -1 കൊടുക്കുമ്പോൾ +2 കണ്ടോ, മൈനസ് ഒരു കിടപ്പുണ്ട്. വീണ്ടും എക്സിന് -1 കൊടുക്കുമ്പോൾ -+1 പ്ലസ് എക്സിന് വീണ്ടും എന്ത് കൊടുക്കണം? -1. പിന്നെ നമുക്ക് വൈക്ക് എന്ത് കൊടുക്കണം? ഈ 2 4 എന്ന് പറയുമ്പോൾ 4 3 12. വൈക്ക് നമ്മൾ 2 കൊടുക്കുമ്പോൾ 2 × 2 4 4 3 12 മൈനസ് ഇനി വൈക്ക് 2 കൊടുക്കുമ്പോൾ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കാം. ഇവിടെ -3 -2 എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആൻസർ -5 എന്നാണ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ 3/2 പ്ലസ് ഇവിടെ 2 -1 -12 -4. അപ്പൊ 12 4 16 17 17 പ്ലസ് 2. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? -15 അല്ലെ? ഇവിടെ നോക്കി 12 13 4 17 17 -17 പ്ലസ് 2 -15. ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി നമുക്കത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -5 -3/2 +15 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇനി ഈ +15ഉം -5ഉം കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. 10 -15 -5 +15 10 വരും. 10 - 3 വരും. ഇനി അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 20 20 -3/2. അപ്പൊ എത്ര ആൻസർ കിട്ടുന്നേ? 17/2. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എത്ര കിട്ടി? ആ ഇന്റഗ്രലിന്റെ വാല്യൂ എത്രയാണ്? 17/2 എന്നാണ് കിട്ടിയത് കേട്ടോ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. ഈ മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തതാണ്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ കുറെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നിങ്ങളുടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസ് എഴുതേണ്ട ആവശ്യമില്ല, ലൈൻ ഇന്റഗ്രലിന്റെ തിയറം ഒന്നും എഴുതിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് വെക്ടർ എഫ് എന്താണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. കാരണം F.dr എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ വെക്ടർ എഫ് എന്താണെന്ന് മനസ്സിലാവും. വെക്ടർ എഫ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുക? വെക്ടർ എഫ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ വെക്ടർ എഫ് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഡെൽ ക്രോസ് എഫ് 0 എന്ന് തെളിയിക്കണം. അപ്പൊ ആദ്യം വെക്ടർ എഫ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. വെക്ടർ എഫ് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷം ഡെൽ ക്രോസ് എഫ് 0 ആണെന്ന് തെളിയിച്ചു. ഡെൽ ക്രോസ് 0 വെക്ടർ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത് കൺസർവേറ്റീവ് ആണ്. വെക്ടർ എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഇത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ്. ഒന്നാമത്തെ ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് ഫൈ എന്ന സ്കേലർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഫൈ എന്ന സ്കേലർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് സിൻസ് എഫ് ഈസ് എ കൺസർവേറ്റീവ്
വെക്ടർ എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ വെക്ടർ എഫിനെ നമുക്ക് ഇങ്ങനെ എഴുതാം ഡെൽ ഫൈ എന്ന് എഴുതാം. അപ്പൊ ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഡോ ഫൈ ബൈ ഡോ എക്സ് ജെ ഡോ ഫൈ ബൈ ഡോ വൈ എന്നാണ്. അപ്പൊ വെക്ടർ എഫ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് കമ്പയറിംഗ് കോഎഫിഷ്യൻസ് ആയി ആൻഡ് കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് ജെ. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡോ ഫൈ ബൈ ഡോ എക്സ് കിട്ടും, ഡോ ഫൈ ബൈ ഡോ വൈ കിട്ടും. ഈ ഡോ ഫൈ ബൈ ഡോ എക്സും ഡോ ഫൈ ബൈ ഡോ വൈയും കിട്ടിക്കഴിഞ്ഞാൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡോ ഫൈ ബൈ ഡോ വൈനെ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫൈ ഓഫ് ഫൈ വണ്ണും രണ്ട് ഫൈ വൺ ഫൈ ടു രണ്ടെണ്ണം കിട്ടും. ആദ്യം കിട്ടുന്നത് ഫൈ വൺ ആയിട്ട് എടുക്കാം. ഒന്നാമത്തെ ഫംഗ്ഷനെ ഫൈ എന്ന് വിളിക്കാം, ഫൈ വൺ എന്ന് വിളിക്കാം. രണ്ടാമത്തെ ഫൈ ടു എന്ന് വിളിക്കാം. അങ്ങനെ നമുക്ക് ഫൈ എഴുതാം. ഫൈ എഴുതുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അങ്ങനെ എഴുതുമ്പോൾ ഫൈയുടെ വാല്യൂ നമുക്ക് 3x² / 2 - xy + x - 3y² - 2y. ഇനി അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ലൈൻ ഇന്റഗ്രൽ അപ്ലൈ ചെയ്യുക. അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് പറഞ്ഞിരിക്കുന്ന ഈ മുകളിലുള്ള 0 1 എക്സിന്റെ വാല്യൂ 0 വൈയുടെ വാല്യൂ 1 അത് നമ്മൾ ഈ ഫംഗ്ഷനിൽ കൊടുക്കുക, 0 1 കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് -5. അതുപോലെ തന്നെ ഈ ഫംഗ്ഷനിൽ -1 2 എക്സിന്റെ സ്ഥാനത്ത് -1 വൈയുടെ സ്ഥാനത്ത് 2 കൊടുക്കുക. അപ്പൊ കിട്ടുന്നതാണ് 3/2 - 5. അങ്ങനെ കൊടുത്തിട്ട് -5 -3/2 - 5 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -5 - 3/2 + 15. അപ്പൊ -5ഉം +5ഉം 15 എന്ന് പറയുമ്പോൾ 10 വരും. 10 - 3/2 അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 20 20 20 - 3 17/2 എന്ന് ആൻസർ കിട്ടും. വളരെ പ്രധാനപ്പെട്ട പ്രോബ്ലം ആണ്. പല പ്രാവശ്യവും യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഈ മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.